ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. നമ്മൾ ഇന്ന് നമ്മുടെ പോണ്ട് വാട്ടർ അതിനകത്തുള്ള മൈക്രോബ്സിനെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ടീച്ചർ പോസ് ചെയ്തിരിക്കുകയാണ്. കണ്ടോ, ഇതെല്ലാം ഗ്രീൻ കളറിലൊരു സ്പെറിക്കൽ ക്ലോറല്ല എന്ന് പറയുന്ന ഒരു ആൽഗയാണ്, ഗ്രീൻ ആൽഗയാണ്. ഇപ്പം ടീച്ചർ എടുത്തിരിക്കുന്ന പോണ്ട് വാട്ടറിൽ എനിക്ക് കിട്ടിയതിനെയൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്, പരിചയപ്പെടുത്തുന്നത്. ഈ ഗ്രീൻ ആൽഗ എന്ന് പറയുന്നതിനകത്ത് ക്ലോറോഫിൽ ഉണ്ട്. ഇതൊരു ഓട്ടോസ്പോറാണ്. അത് നമുക്ക് ഫ്രഷ് വാട്ടർ എൻവിയോൺമെൻറ്റിലൊക്കെയാണ് കാണുന്നത്. അത്രയ്ക്ക് മൂവ്മെൻ്റ് ഇല്ല ക്ലോറല്ലയ്ക്ക് കേട്ടോ. ക്ലാമിഡോമോണസും ഇത് കണക്ക് നമുക്കിതിൽ പിന്നെ നോക്കുമ്പോൾ ഇതേ കണക്ക് ഇരിക്കും, പക്ഷേ നല്ല മൂവ്മെൻ്റ് ആണ്. ക്ലാമിഡോമോണസും ഞാൻ കാണിച്ചു തരാം. ദേ ഇത് ക്ലാമിഡോമോണസ് ആണ്. ക്ലാമിഡോമോണസും യൂണിസെല്ലുലാറാണ്, ഹൈലി മോട്ടൈലാണ്. ഉണ്ട്, ഇതിൻ്റെ തമ്മിൽ മൂവ്മെൻറ്റ് വ്യത്യാസമുണ്ട്. ഫ്ലജല്ല ഉണ്ട്, ഫ്ലജല്ല നമുക്ക് അത്രയും കാണാൻ പറ്റുന്നില്ല. ഫോട്ടോസിന്തറ്റിക് ആണ്, ആക്റ്റീവ് സ്വിമ്മിങ് ആണേ. പിന്നെ അതാണ്ട് ഈ പോന്നാണ്ടോ ഓടിപ്പോന്നെ, ഇത് ടെട്രാഹൈമിന എന്ന് പറയും. ടെട്രാഹൈമിന എന്ന് പറയുമ്പോൾ ഫാസ്റ്റ് മൂവിങ് ആണ്, ഒരു ഓവൽ ഷേപ്പാണ്, സീലിയേറ്റ് പ്രോട്ടോസോവൻ ആണ്. പിന്നെ ഇത് റിസർച്ചിലൊക്കെ ഒരുപാട് സ്റ്റഡീസിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഓർഗാനിസമാണ്. ഇതിൻ്റെ മൂവ്മെൻ്റ് നമുക്ക് പ്രത്യേകതയുള്ളതാണ്. പാരമീഷ്യം ഇവിടെ കണ്ടു, നോക്കട്ടെ. പാരമേഷ്യം കണ്ടോ. പാരമേഷ്യത്തിൻ്റെ ഷേപ്പ് കണ്ടോ, സ്ലിപ്പർ ഷേപ്ഡ് ആണ്, ഫ്രീ സ്വിമ്മിങ് ആണ്. ഈ പിന്നെ സീരിയേറ്റഡ് പ്രോട്ടോസോവൻസിനെല്ലാം ഒത്തിരി മിക്കതും ഫാസ്റ്റ് മൂവിങ് ആണ് കേട്ടോ. ഇതിന് കുറേ അടുത്ത് നമുക്ക് കാണാം. അപ്പോൾ ഈ വീഡിയോയിൽ അതെ, ഇത് കണ്ടോ. അത്രയും നമുക്കങ്ങോട്ട് ക്ലിയർ ആവുന്നില്ല, എന്നാലും ഇത് ചില പ്രോട്ടോസോവൻസിൻ്റെ സിസ്റ്റുകളാണെന്നാണ്. അതിൻ്റെ ഉള്ളിൽ നമുക്ക് അത്രയും ക്ലിയർ അല്ല, എങ്കിലും അങ്ങനെ തന്നെ പറയാം, സിസ്റ്റുകളാണ്. സിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഹാർഷ് കണ്ടീഷൻസ്, അൺഫേവറബിൾ കണ്ടീഷൻ വരുമ്പോഴത്തേക്ക് പ്രോട്ടോസോവൻ സിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഡോർമെൻ്റ് ആയിട്ടിരിക്കും. അതത്രയും മൊട്ടയിലല്ല. അപ്പം അതാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ടെട്രാഹൈമിന പോയി. പാരമേഷ്യം, വലിയൊരു പാരമേഷ്യം കണ്ടിവിടെ. ഇത് ടെട്രാഹൈമിന. ഒരു അതിൻ്റെ മൂവ്മെൻ്റ് ഒരു ടിപ്പിക്കലാണ്, ഇങ്ങനെ. ടെട്രാഹൈമിന അതാ അവിടെ ഒരാളുണ്ടായിരുന്നു, ഒന്ന് കാണിച്ചു തരാം. റോട്ടിഫർ ഉണ്ട്, ഉണ്ടോ. അത് ഡെല്ലോയിഡ് റോട്ടിഫർ എന്ന് പറയും. അതിൻ്റെ ഒരു മോഷൻ കണ്ടില്ലേ, ഒരു വീൽ ലൈക്ക് മോഷനാണ്. ഉരുണ്ട് നോക്കി കാണിച്ചു തരാം എന്നോട്. അതാ ഉണ്ടോ. അതാ ഇതാടെ വരുന്നുണ്ട് റോട്ടിഫർ. അതിൻ്റെ മൂവ്മെൻ്റ് ഉണ്ടോ, ഡെല്ലോയിഡ് റോട്ടിഫേഴ്സ് ആണ്. അത് അവിടെ. അപ്പം ഇന്ന് വാട്ടറിൽ കാണുമ്പോൾ നിങ്ങൾ നോക്കിക്കോണം. അതായത് പാരമേഷ്യമാണ്. കണ്ടോ ഇവിടെ പാരമേഷ്യത്തിനെ കാണാം. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഇത് കണ്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ഗ്യാസ്ട്രോട്രിക്സ് എന്ന് പറയും. ഗ്യാസ്ട്രോട്രിക്സ് എന്ന് പറയുന്നത് ട്രാൻസ്പെറൻറ്റ് വേം ലൈക്ക് മൈക്രോസ്കോപ്പിക് ആനിമലാണ്. വേമിനെ പോലെ ഇരിക്കും ഇതിനെ കണ്ടു കഴിഞ്ഞാൽ. ഇത് ഫ്രഷ് വാട്ടറിലെ ഡീബ്രിസിലൊക്കെയാണ് സാധാരണ കാണുന്നത്. അതിൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല രസമാണ് കാണാൻ. ഇതേപോലെ ധാരാളം ഡിഫറെൻറ്റ് മൈക്രോ ഓർഗാനിസം നമുക്ക് പിന്നെ വാട്ടർ സാമ്പിൾ പോണ്ടിൽ നിന്ന് കളക്ട് ചെയ്ത് ഒബ്സർവ് ചെയ്ത് കാണാൻ പറ്റും. അതിനെയൊക്കെ നിങ്ങൾ മാക്സിമം ഐഡൻറ്റിഫൈ ചെയ്യാൻ നോക്കുക. ഉണ്ടോ, അതിൻ്റെ ആ മൂവ്മെൻ്റ് ഒക്കെ ഉണ്ടോ. ഡീബ്രിസിൽ ആണ് അതിന് പോകാൻ കൂടുതലും ഇഷ്ടം. അതിൻ്റെ ട്വിസ്റ്റിങ് അങ്ങനെയൊക്കെയുള്ള മൂവ്മെൻറ്റ് കണ്ട. ഇതൊന്നും നമ്മൾ ഒരു നേക്കഡ് ഐ വെച്ച് നോക്കിയാൽ ഒന്നും കാണാൻ പറ്റില്ല. നേക്കഡ് ഐ എന്ന് വെച്ച് നോക്കുമ്പം വാട്ടർ വളരെ അതാ അടുത്ത റോട്ടിഫർ ഇതാ പോകുന്നു. അതെ അടുത്ത റോട്ടിഫർ ഇതാട്ടെ.
ഇതുണ്ട് റോട്ടിഫർ നല്ലോണം കാണാം. സീലി ഉണ്ട് അതിന്. ഇതേ റോട്ടിഫർ. ടെട്രാഹൈമിന് ഇവിടെ എല്ലാം ഉണ്ട്. റോട്ടിഫർ. ഇതൊരു ക്ലോറല്ലയോ അല്ലെങ്കിൽ പ്രോട്ടോസോവൻ്റെ സിസ്റ്റം ആയിരിക്കും. ഇതുണ്ട് ക്ലാമിഡോമോണസ് തന്നെ പോകുന്നു. ക്ലാമിഡോമോണസിന് നല്ല മൂവ്മെൻ്റ് ആണ്. ടെട്രാഹൈമിന് അതിൻ്റെ മൂവ്മെൻ്റ് കൊണ്ട് നമുക്ക് അതിനെ തിരിച്ചറിയാം. പാരമീഷ്യം ഫീഡ് ചെയ്യുന്നതൊക്കെ നമുക്ക് നന്നായിട്ട് കാണാം. ആൽഗൽ റെമനൻസിൻ്റെ വെച്ചിട്ട്. ഇതും ക്ലോറല്ലയാണെന്ന് തോന്നുന്നു. ടെട്രാഹൈമിന് ക്ലാമിഡോമോണസ് ഉണ്ടെങ്കിൽ പാരമീഷ്യം ഇതിൻ്റെ ഇടയിലെല്ലാം ഉണ്ട്. പാരമീഷ്യം ഫീഡിങ് ആണ് കേട്ടോ. ഇതിൻ്റെ അടിയിൽ വയ്ക്കുന്നതുകൊണ്ട് അത്രയും ക്ലിയർ ആയിട്ട് നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. ഇവിടെയും ഉണ്ട്. പാരമീഷ്യം ഈസ് ഫീഡിങ് ദ ആൽഗൽ ഓർ പ്ലാന്റ് റെമനൻസ് ഓർ ഡീബ്രീസ് എന്നൊക്കെ നമുക്ക് പറയാം. റോട്ടിഫേഴ്സും ഉണ്ട് തോന്നുന്നു ഇടയ്ക്കൂടെ. ഓക്കെ, ഇപ്പം ഇതാണ് ഞാൻ കളക്ട് ചെയ്ത ഒരു വാട്ടർ സാമ്പിൾ കണ്ടത്. ഓക്കെ. I'm an icon, man. I'm a girl about a 10. I should fuck her in a Benz.